ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 107ാമത്തെ അധ്യായമാണ് ഞാനിവിടെ ഓതിയത്. സൂറത്തുൽ മാഊൻ എന്നാണത് സാധാരണമായി അറിയപ്പെടുന്നത്. സൂറത്ത് അറഅയ്ത എന്നും സൂറത്തു തക്ദീബ് എന്നും സൂറത്തുദ്ദീൻ എന്നും സൂറത്തുൽ യതീം എന്നും അതിന് വേറെയും പേരുകളുണ്ട്. 5 പേരുകളുണ്ട് എന്നർത്ഥം. ചെറിയ സൂറത്താണ്, പക്ഷെ വലിയ ആശയങ്ങളാണ് ആ സൂറത്ത് നമ്മോട് പറഞ്ഞു തരുന്നത്. മതത്തെ കളവാക്കുന്നവന്റെ ലക്ഷണങ്ങളാണ് അതിൽ വിശദീകരിക്കുന്നത്. മതം, ദീൻ, മതപരമായ നിയമങ്ങൾ, സംഹിതകൾ, അതുപോലെ തന്നെ പ്രതിഫല നാളായ പരലോകത്തിലുള്ള വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി ഉൾക്കൊള്ളാതിരിക്കുമ്പോഴാണ് അതിനെ കളവാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു ചോദിക്കാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ എന്ന്. അത് നിരീശ്വരവാദികളല്ല, നിർമ്മിതവാദികളല്ല, അന്യമതക്കാരല്ല, വിശ്വാസികളാണ്. അതാണ് അതിന്റെ പ്രത്യേകത. മറ്റുള്ളവർ പിന്നെ കളവാക്കേണ്ടതില്ലല്ലോ. അവരങ്ങനെ ആയത് അവര് മതത്തെ കളവാക്കിയത് കൊണ്ടാണ്. പിന്നെ അവരെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ച് മതത്തെ കളവാക്കിയെന്നവരെ കണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പറയുന്നവര് നിസ്കാരമുള്ളവരാണ്. ഇതിൽ പറയുന്നവര് സാധുക്കളെ ബഹുമാനിക്കണം എന്നറിയുന്നവരാണ്. ഇതിൽ പറയുന്നവര് യതീമിനെ ആദരിക്കണം എന്നറിയുന്നവരാണ്. ആ അറിവുണ്ടാവുക മുസ്ലിങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുമാണ്. അതോടൊപ്പം തന്നെ മതം ഉള്ളിലേക്ക് ചെല്ലാതെ മതത്തിലെ കാര്യങ്ങൾ ഉപരിപ്ലവമായി മാത്രം കാണിച്ചുകൊണ്ട് തീരെ അത് ആഴത്തിലേക്ക് ഇറങ്ങാത്തവരെ പറ്റിയാണ് അള്ളാഹ് ചോദിക്കുന്നത്. അറഅയ്തല്ലദീ, നീ കാണുന്നില്ലേ, അറിയണില്ലേ, മനസ്സിലാക്കണില്ലേ ഒരുത്തനെ യുകദ്ദിബു ബിദ്ദീൻ, അവൻ മതം കളവാക്കും, ദീനിനെ തക്ദീബ് നടത്തും. അതാ സൂറത്തു തക്ദീബ് എന്നൊരു പേരുണ്ട് ഇതിനെന്ന് പറയാൻ കാരണം. കളവാക്കുന്ന എന്ന് പറയുന്ന സൂറത്ത്. അവന്റെ ചില വിശേഷണങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി കാര്യം പറയുന്നത് ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. ഓതുമ്പോഴൊക്കെ യദ്ഉൽ യതീം അങ്ങനെയല്ല, തള്ളുക, പിടിച്ച് തള്ളുക.
ഒരാൾ നമ്മൾ നേരെ വരുമ്പോ കോളറുമ്പോ പിടിച്ചിട്ടൊരു തള്ളുന്നതിനാണ് ദഅ എന്ന് പറയുന്നത്. യൗമ യുദഅഊന ഇലാ നാരി ജഹന്നമ ദഅ. ഖുർആനിൽ പറയുന്നുണ്ട് നരകത്തിലേക്ക് അങ്ങനെ തള്ളിയിടുന്നവരാണ്, മനുഷ്യൻ നരകത്തിലേക്ക് തള്ളിയിടുന്നതിനെ പറ്റി. അപ്പൊ യതീമിനെ ആട്ടിവിടുക, ഓടിക്കുക, അത് ഇവന്റെ ഒരു സ്വഭാവമാണ്. യതീം മക്കളെ ബഹുമാനിക്കും. കാരണം സമൂഹത്തിൽ നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂല് ആദ്യം അനുഭവിച്ച ഒരു പ്രയാസം അതാണ്, യുദ്ധമായിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിരുന്നു. അലം യജിദ്ക യതീമൻ ഫആവാ. നിങ്ങളെ യതീമല്ലായിരുന്നോ എന്നിട്ട് നിങ്ങൾക്ക് അഭയം നൽകിയിരുന്നത്. യതീമായി വളർന്നതാണ് പ്രവാചകൻ. അതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്ന ആ അനാഥത്വം കൃത്യമായി അനുഭവിച്ച ആളാണ് പ്രവാചകൻ. അതുകൊണ്ട് വഴിപിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. അവരെ കൈപിടിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിന് ഏറ്റവും വലിയ ബാധ്യതയായി മാറും. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് വജദക ളാലൻ ഫഹദാ. നിങ്ങൾ യഥാർത്ഥത്തിൽ വഴിപിഴച്ചു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, എന്നിട്ട് ഫഹദാ, നിങ്ങളെ അവൻ ഹിദായത്തിലാക്കി തന്നില്ലേ ചോദിക്കുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യതീം, യതീം എന്ന് പറഞ്ഞാൽ പിതാവ് മരിച്ച ആൾക്കാണ് യതീം എന്ന് പറയാം. പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് അവന്റെ പേരാണ് യതീം. ഇസ്ലാമിൽ പ്രായപൂർത്തിയാവുക, മുക്കല്ലഫാവുക 14-15 വയസ്സാണ് സാധാരണ കണക്കാക്കുന്നത്. പ്രായപൂർത്തിയായ പിന്നെ അവൻ യതീമല്ല. പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് പിതാവ് മരിച്ച കുട്ടിക്കാണ് യതീം എന്ന് പറയുന്നത്. മാതാവ് മരിച്ച കുട്ടിക്ക് ലത്തീം എന്നാ പറയാം. പിതാവുണ്ട്, മാതാവില്ല. ആ കുട്ടിക്ക് അറബിയിൽ പറയാ ലത്തീം എന്നാണ്. ലത്തീം. പിതാവും മരിച്ചു, മാതാവും മരിച്ചു, ആ കുട്ടിക്ക് അറബിയിൽ പറയാ അജീയ് എന്ന്. ഭാഷകൾ മനസ്സിലാക്കണം വൃത്തിയായിട്ട്. അജീ, ലത്തീം, യതീം. ഇവിടെ യതീമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പിതാവാണ് സംരക്ഷകൻ. ആ പിതാവ് മരിച്ചുപോയാൽ ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും. അവൻ എത്ര മുതലാളിയായിട്ടും കാര്യമില്ല, എത്ര ആസ്തി ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മളൊക്കെ ഇന്ന് മരിച്ചാൽ മയ്യത്തെടുത്തതിന്റെ ശേഷം അല്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പറയുന്ന പേര് യതീം എന്നാണ്. ഫസാറ ബനൂക ഐതാമൻ സിഗാറ വആനക അർസകൽ ബഅലുൽ ജദീദ്. ഒരു കവി പാടി, നിന്നെ പള്ളിക്കാട്ടിലേക്ക് ചിതലുകളും പുഴുക്കളും സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോ നിന്റെ ചെറിയ ചെറിയ കുട്ടികൾ യതീമുകളായി മാറുകയാണ്. നിന്റെ ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഭാര്യയെ മറ്റൊരാള് വിവാഹം ചെയ്തു കൊണ്ടുപോവുകയാണ്. അതൊന്നും നിനക്കറിയില്ല. അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് യതീം കുട്ടിക്ക് നോക്കിയാൽ പോരാ, ഭക്ഷണം കൊടുത്താൽ പോരാ, യതീം കുട്ടിക്ക് പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഒരു ആദരവ് കിട്ടണം എന്നതാണ് ഇസ്ലാം പറയുന്നത്. ഭക്ഷണം കൊടുത്തുകൊണ്ടായില്ല. യതീംഖാന നടത്തുന്നവരും യതീം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അവർ യതീമുകളെ ആദരിക്കുന്നില്ല. ആദരിക്കൽ എങ്ങനെ? ചെറിയ ആൾക്കാരെ നമ്മൾ ആദരിക്കല്ലോ, വലിയ ആളുകളെയാണ് നമ്മൾ ആദരിക്കുക. ഷാളൊക്കെ ഇട്ടുകൊടുത്ത് പൂവൊക്കെ കൊടുത്ത് ആദരവ്, അതൊരു സംഗതിയാണ്. ഇവിടെ യതീം കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് പിതാവിൽ നിന്നുള്ള ആ ആദരവാണ്. ആലോചിച്ച് നോക്കൂ, നമ്മളിങ്ങനെ വരുമ്പോ ആ കുട്ടിയൊക്കെ ഓടി വന്ന് നമ്മുടെ കയ്യിലെ സാധനമൊക്കെ വാങ്ങുമ്പോ നമുക്കൊരു ഒരു ഉമ്മയൊക്കെ തന്നാല് അത് വല്ലാത്തൊരു ആദരവാണ്. അപ്പൊ ഈ പിതാവ് കുട്ടിക്ക് കൊടുക്കുന്നത് ഒരു ആദരവാണ്. അതുകൊണ്ടാ കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. യതീം കുട്ടികളുടെ മുതല് പെടുന്നുണ്ടോന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ മസാല ചോദിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്. മസാല ചോദിക്കണം അധികം നമുക്ക് അനുകൂലം എന്തെങ്കിലും കിട്ടുവെക്കാനാണ്.
അങ്ങനെ മരിച്ചാൽ അങ്ങനെയാണോ ഓരിയക്കേണ്ടത്, അപ്പൊ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ജാതി ഓരിയക്കലാണ് അധികം കാര്യം സംശയം ചോദിക്കുക. പിന്നെ സക്കാത്തിന്റെ കാര്യത്തിൽ, കായുടെ കാര്യത്തിൽ വലിയ സംശയം പോകെ എങ്ങനെയെങ്കിലും 10 രൂപ ഇങ്ങോട്ട് കിട്ടുമെന്നാണ് മനുഷ്യന്മാർ പലപ്പോഴും ചിന്തിക്കാറില്ല. അറിയോ, യതീം കുട്ടി ഇന്നല്ലദീന യഅ്കുലൂന അംവാല യതാമ ദുൽമൻ, യതീം കുട്ടികളുടെ ധനം ഭക്ഷണത്തിൽപ്പെട്ടാൽ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറൻ വസയസ്ലൗന സഈറ, അവര് നരകത്തിൽ കിടക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്, തീയാണ് വയറിലേക്ക് നടക്കുന്നത് എന്ന്. തീയ് തിന്നുന്നതിന് തുല്യമാണ്. യതീംകുട്ടിന്റെ ഒരു ഉറുപ്പിക അനർഹമായി നമ്മുടെ വയറിലേക്ക് ചെന്നാൽ അത് തീയ് തിന്നുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അൽ-കഹ്ഫിൽ നിങ്ങൾ ഇന്ന് ഓതിയിട്ടുണ്ടാവും, മൂസാ നബിയും ഖിളർ നബിയും തമ്മിൽ യാത്ര പോകുമ്പോ ഖിളർ നബി പറഞ്ഞു, 2-3 കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുവാണെങ്കിൽ ക്ഷമിക്കാൻ കഴിയില്ല, ചോദിക്കാൻ പാടില്ല. എന്നാലും അങ്ങനെ പോയി അവസാനം ഒരു നാട്ടിൽ ചെന്നപ്പോ ഒരാദരവ് കിട്ടാത്ത മനുഷ്യന്മാരിങ്ങനെ ആ നാട്ടിൽ ചെന്ന് നോക്കുമ്പോ ഒരു മതില് പൊളിഞ്ഞെടുക്കുന്നുണ്ട്. അവിടുന്ന് ഖിളർ നബി ആ മതില് നന്നാക്കി കൊടുക്കാൻ. അപ്പോഴാണ് മൂസാ നബി ചോദിക്കണത്, ഇതിന് കൂലി വാങ്ങിക്കൂടാന്നില്ല, നാട്ടുകാരെ മതിലേതാക്കി കൊടുക്കണത്. ആ നാട്ടിൽ നിന്നൊരു പച്ച വെള്ളം പോലും കിട്ടിയിട്ടില്ല. ആ നാട്ടുകാരുടെ പൊളിഞ്ഞു കടന്നിരുന്ന ഒരു മതില് നന്നാക്കി കൊടുക്കാൻ. അപ്പോഴാ മൂസാ നബി ചോദിക്കുന്നത് സ്വാഭാവികമായ ചോദ്യമാണ്. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇതിന് കുറച്ച് കായ് വാങ്ങിക്കൂടെ, ഒരു വെള്ളം കുടിക്കാനുള്ള സർവ്വത്തുരിക്കാനുള്ള കാശ് കിട്ടുമല്ലോ എന്നാ വിചാരിച്ചു. മൂസാ നബി പറഞ്ഞു, നിന്റെ കൂടെ പോരാൻ പറ്റില്ല. അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിന്റെ വിശദീകരണം പറഞ്ഞു. അമ്മൽ ജിദാ فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا وأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من عندك. رحمة من عندي, റബ്ബിന്റെ അടുത്ത് നിന്നുള്ള ഒരു കാരുണ്യം എന്ന നിലയ്ക്ക് ആ മതിലിന്റെ ചോട്ടില് യതീം കുട്ടികളുടെ പൈസ ഉണ്ടായിരുന്നു. ആ യതീം കുട്ടികളുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. വാപ്പ യതീം കുട്ടികൾ വലുതാകാൻ വേണ്ടിയിട്ട് അതിന്റെ അടിയിൽ കുറച്ച് പൈസ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് യതീം കുട്ടികൾ ഇനി വലുതാകുമ്പോ അറാദ റബ്ബുക അയ്യബ്ലുഗാ അശുദ്ധഹുമാ, റബ്ബ് വിചാരിച്ചിട്ടുണ്ട് അവർ വലുതാകുമ്പോ ആ കുട്ടികൾക്ക് സ്ഥലം മനസ്സിലാവും, അവിടെ പോയിട്ട് ഈ പൈസ അവരെടുക്കും. അതുകൊണ്ട് അവരുടെ പൈസ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അവിടെ ആ മതില് ഞാൻ നന്നാക്കിയത് എന്ന് ആലോചിക്കുക. ഒരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അനുഭവപ്പെട്ടിട്ട് പോലും യതീം കുട്ടികളുടെ മുതൽ അവിടെ ഉണ്ട് എന്ന് അല്ലാഹു തആല വഹയിലൂടെ അറിയിച്ചു കൊടുത്തപ്പോ ആ യതീമുകളോടുള്ള ആദര സൂചകമായിട്ട് അവിടെ പൊളിഞ്ഞു കടന്നിരുന്ന നിധിയുടെ മേലെ ആ നിധി എടുക്കാനല്ല നോക്കിയത്, പൊളിഞ്ഞു കടന്നിരുന്ന മതിൽ നന്നാക്കി കൊടുത്തു പോകുന്നതാണ്. അതുകൊണ്ട് ഈ രംഗത്തിറങ്ങാത്ത ആളുകൾ മതത്തെ നിഷേധിക്കുന്നവരാണ്. ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. കേവലം കാട്ടിക്കൂട്ടൽ കൊണ്ട് ഒരിക്കലും ഒരാളൊരു മതവിശ്വാസിയാകുന്നില്ല എന്ന് പഠിപ്പിക്കുക. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരാധനകളൊക്കെ, ഇനി റമദാൻ മാസമൊക്കെ വരുന്നുണ്ട്, ഓരോന്നിനും ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, അതിന്റെ ഒരു ചൈതന്യം പ്രദേശവാസികളിൽ മുഴുവനായിട്ടുണ്ടാവണം എന്നതാണ്. നോക്കൂ നിങ്ങൾ, വലാ യഹല്ലു അലാ തആമിൽ മിസ്കീൻ, പിന്നെ അവന്റെ പ്രത്യേകത മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നതല്ല, അതിന് പ്രേരിപ്പിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ്. ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണ് ചാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ അതിലും തട്ടിപ്പുകൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്, ചാരി ഊറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അതല്ല ചാരിറ്റി. 15-ാം തീയതി പാലിയേറ്റീവ് ഡേ ആചരിച്ചു. നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് പിരിവുകാരെ കാണും. വളരെ നല്ല പ്രവർത്തനമാണ്, ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും നല്ല പ്രവർത്തനമാണ്. നട്ടെല്ലിന് ക്ഷതമേറ്റ് കിടക്കുന്നവര്,
തലച്ചോറിന് സ്ട്രോക്ക് വന്നിട്ട് കിടക്കുന്നവര്, നമുക്ക് തോന്നും ഒരു 4 ദിവസമൊക്കെ നമ്മളെ വലിയ സന്തോഷത്തോടു കൂടെ കുടുംബക്കാരും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നോക്കും. അത് കഴിഞ്ഞാൽ ഏത് മഹാനായിട്ടും കാര്യമല്ല. പാലിയേറ്റീവ് പ്രവർത്തനം നമുക്ക് ആവശ്യമായി വരും. എത്ര വലിയ മഹാനാണെങ്കിലും ശരി, ഡോക്ടർ പറയും എല്ലാ കാശും കഴിഞ്ഞു, ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പ് വന്ന ഡോക്ടർമാര് പറയും ഇനി നിങ്ങൾ കൊടുക്കണമൊക്കെ കൊടുത്തോളി, പാലിയേറ്റീവായിട്ട് ബന്ധപ്പെടാൻ ഞാൻ ഇപ്പൊ വിളിച്ച് സൗകര്യം ചെയ്തു തരാന്ന് പറയും. പിന്നെ മൂപ്പര് ആംബുലൻസിൽ ഡോക്ടറും 2 നഴ്സുമായിട്ട് മരിക്കണ വരെ കഴിയേണ്ടി വരും. പ്രേരണ അത് വേണം. അത്തരം പ്രവർത്തനങ്ങളെ പിന്തുണക്കണം. കാരണം ഖുർആൻ പറയുന്നുണ്ട് വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീനിന്റെ ഭക്ഷണത്തിന് അവർ പ്രേരിപ്പിക്കുന്നില്ല. സ്വയം എല്ലാരെ കൊണ്ടും കൊടുക്കാൻ കഴിയില്ല. നമുക്കൊരു 10 റുപ്യ കൊടുക്കാൻ കഴിയുള്ളൂ വെച്ചാൽ 10 റുപ്യ കൊടുക്കുക. 100, 1000, ലക്ഷമോ കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരം പ്രവർത്തനങ്ങളെ തളർത്താതിരിക്കുക ഏറ്റവും ചുരുങ്ങി. അതുകൊണ്ട് ഖുർആന്റെ പ്രയോഗം നോക്കൂ, വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീന്റെ ഭക്ഷണം കൊടുക്കൂല എന്നല്ല, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. നരകത്തിൽ കടന്ന് പറയുന്ന ഒരു മറുപടി ഖുർആൻ പറയുന്നു, മാ സലകകും ഫീ സഖർ, സഖർ നരകത്തിന്റെ ഒരു പേരാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇപ്പൊ നരകത്തിൽ പോയത് എന്നൊരു ചോദ്യമുണ്ട്. സ്വർഗത്തേക്ക് പോകുന്ന ആൾക്കാർ, നരകത്തിൽ പോകുന്ന ആൾക്കാർ ചോദ്യമുണ്ട്. ഓല് പറഞ്ഞ മറുപടിയാ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. അതില്ല ഞാൻ പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോവുക? ആദ്യത്തെ അമലതല്ലേ, ആദ്യം വിചാരണ ചെയ്യുന്നത് അതല്ലേ. മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം തന്നെ നിസ്കാരാണ്. അതില്ലെങ്കിൽ പിന്നെ ബനും തമ്മിൽ എന്താ വ്യത്യാസം? പേരുണ്ടെങ്ങനെ വ്യത്യാസം ഉണ്ടാകണം? ഒരു വ്യത്യാസമില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ അങ്ങനെ ഒരു കാനേഷുമാരി ജീവിതം നയിച്ചു. വെള്ളിയാഴ്ച സാധാരണ പോലെ പള്ളിക്ക് പോവും, ബാങ്ക് കൊടുത്താൽ പള്ളിക്ക് പോവും, നിസ്കരിക്കും. അങ്ങനെ ഒരു യാന്ത്രികമായ ഒരു ജീവിതം നയിച്ചു എന്നല്ലാതെ ആത്മാർത്ഥമായി മനസ്സ് തട്ടിക്കൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല എന്ന് നരകത്ത് കടന്ന് പറയുന്നില്ല. മിസ്കീനും ഫക്കീറും ഒന്ന് തന്നെയാണ്. ഫക്കീർ എന്ന് പറഞ്ഞ അറബിയിൽ വ്യത്യാസമുണ്ട്. 3 പദങ്ങളും പഠിക്കാൻ നല്ലതാണ്. ഫക്കീറും മിസ്കീനും ഖുർആനിൽ 2 രൂപത്തിൽ പ്രയോഗിച്ചാൽ രണ്ടും രണ്ടായിട്ടാണ്. ഒറ്റക്ക് പ്രയോഗിച്ചാൽ അവിടെ 2 അർത്ഥവും വരും. മിസ്കീൻ എന്നൊരിടത്ത് പറഞ്ഞാൽ ഫക്കീറും മിസ്കീനും അതിൽ പെടും. ഫക്കീർ എന്നൊരു സ്ഥലത്ത് പറഞ്ഞാൽ ഫക്കീറും മിസ്കീനും അതിൽ പെടും. അൽ ഫക്കീറു വൽ മിസ്കീനു എന്ന് രണ്ടും വെവ്വേറെ പറഞ്ഞ രണ്ടും രണ്ടായിട്ട് നമ്മൾ പരിഗണിക്കണം എന്നതാണ്. ആരാണ് ഫക്കീർ? ഫക്കീർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒന്നുമില്ലാത്തവരാണ്, ആവശ്യമുള്ളവർ എന്നാണ് അർത്ഥം. ഫക്കീർ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഉരുളയോ, നബി പറഞ്ഞു, ഒരു ഉരുളയോ 2 ഉരുളയോ ഒക്കെ കൊടുത്താൽ തൃപ്തിപ്പെടുന്ന. നിങ്ങളൊന്നും കൊടുക്കണ്ട, ഒരു റുപ്യ കൊടുത്താലും മതി. ഇപ്പോഴത്തെ കാലത്ത് ഒരു റുപ്യ കൊടുത്താലും, ഒരു ഫക്കീറാവുമ്പോ മനുഷ്യൻ അങ്ങനെ ഒരു റുപ്യ കൊടുത്താലും അവനങ്ങോട്ട് പോവും, തൃപ്തിപ്പെടും. അതാണ് ഫക്കീർ എന്ന് പറഞ്ഞത്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവന്റെ ദാരിദ്ര്യം മറ്റുള്ളവരെ അറിയിക്കാത്തവരാണ്. അങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ. അവരാണ് സമൂഹത്തിൽ തടയപ്പെടുക. ഖുർആൻ പറയുന്നുണ്ട് അങ്ങനത്തെ പോലെ തെരഞ്ഞു പിടിച്ചു കൊടുക്കണമെന്ന്. ലിൽ ഫുഖറാ അല്ലദീന ഉസ്റു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ തടയപ്പെട്ട പാവങ്ങളായ ആളുകൾ. ലാ യസ്തതിഊന ദർബൻ ഫിൽ അർളി, അവർ ഭൂമിയിലൂടെ അലഞ്ഞു നടക്കാൻ അവർക്ക് കഴിയില്ല, വിഷപാത്രം പിടിച്ച് നടക്കാൻ അവർക്ക് കഴിയില്ല. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാ മിന തഅഫുഫി, അവരുടെ പവിത്രത കണ്ടാൽ, മാന്യത കണ്ടാൽ പാവപ്പെട്ട മുതലാളിമാര് വിചാരിക്കും ഇവൻ വലിയ പണക്കാരനാണ് എന്ന് വിചാരിക്കും. അവന്റെ മൊബൈൽ ഫോണും അവന്റെ കാറും വാച്ചൊക്കെ അങ്ങനെ കണ്ട ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മുതലാളി വിചാരിക്കോ എന്നെക്കാളും വലിയ മുതലാളിയാണ്. സീമാഹും തഅരിഫുഹും ബിസീമാഹും. പക്ഷേ അവരെ ശരിക്ക് പഠിച്ചാൽ അവരെ പറ്റി നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താ കാരണം? ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, ജനങ്ങളോട് ഒരിക്കലും അലട്ടി ചോദിക്കൂല.
ജനങ്ങളെ പ്രയാസപ്പെടുത്തൂല, ഇല്ലെങ്കിൽ ഇല്ലാത്തമായി ജീവിക്കും. അങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. കാരണം അവരൊന്നും ചോദിക്കൂല, അവരുടെ പരാതി ആരോടും പറയില്ല, വിഷമം ആരോടും പറയില്ല. അതാണ് യഥാർത്ഥത്തിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ. 100 രൂപ ഒരു ദിവസം ചെലവുള്ള ഒരാളാണ്. ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബനാഥൻ 100 രൂപ ചെലവുണ്ട്. വരുമാനം എല്ലാം കൂടി കൂട്ടി അവന് വരുമാനം 90 രൂപയുള്ളൂ. 90 രൂപ വരുമാനമുണ്ട്, പക്ഷെ 100 രൂപ ചെലവുണ്ട്. ഈ ഒരു 10 രൂപ എന്നും അവനൊരു മിസ്കീൻ തരാൻ, എന്നും അവൻ മിസ്കീനായിരിക്കും. ഫക്കീർ അങ്ങനെയല്ല. ഫക്കീറിന് 100 രൂപ ചെലവുണ്ട്, പക്ഷെ 10 രൂപയ്ക്കേ വരുമാനമുള്ളൂ. വെറും 10 രൂപ വരുമാനമുള്ളൂ. ബാക്കി 90 രൂപ അവൻ തെണ്ടിയാലേ കിട്ടുള്ളൂ. അതാണ് ഫക്കീർ. അപ്പൊ അവന് കുറച്ച് കിട്ടിയാലും അവൻ തൃപ്തിപ്പെടും. മറ്റൊന്നെങ്ങനെയല്ല, അവനിങ്ങനെ ഒത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനത്തെ ആളുകളെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ഇവിടെ മിസ്കീൻ. വലാ യഹദ്ദു അലാ തആമിൽ മിസ്കീൻ. മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഫക്കീർ, മിസ്കീൻ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, അതിനൊക്കെ ഒരു മുൻഗണന കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മതം കൊണ്ട് വെറും നിസ്കാരം നോരുമ്പോറ്റൊന്നും വലിയ കാര്യമില്ല എന്നാ പറഞ്ഞു വരുന്നത്. അതും വേണം. ആലോചിച്ച് നോക്കൂ, ഇബാദത്ത് പോലെ തന്നെ സാമ്പത്തികമായ രംഗത്തും ഒരു മനുഷ്യൻ അഭിവൃദ്ധി നേടണം. എങ്ങനെ? അത് കൊടുക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോ ഇനി സക്കാത്ത് കൊടുക്കൂല എന്ന് ഖവാരിജ്പ്പെട്ട കുറച്ച് ആളുകൾ പറഞ്ഞു, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ. നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെ ഇടയിൽ വേർപിരിച്ചവനോട് ഞാൻ യുദ്ധം ചെയ്യും. ആലോചിച്ചു. കാരണം നിസ്കാരം പോലെ തന്നെ സക്കാത്ത് നടക്കണം, അപ്പോഴേ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. നിസ്കരിക്കാൻ ചെലവില്ല. പള്ളിക്കലത്തെ വെള്ളം ഉണ്ടാവും, ഇഷ്ടം പോലെ തുറന്നിട്ട് വർത്താനം പറയാ, ഒതുക്കുക, എന്താ സുഖം. അവനാന്റെ വീട്ടിൽ പോലും ചെയ്യൂല. കറണ്ട് ബില്ലൊക്കെ നോക്കിയിട്ട് അവനാന്റെ വീട്ടിൽ ഞെട്ടവനും പോലും പള്ളിക്ക് പോയി ഒതുക്കണ് കണ്ട 4 കുളി കുളിക്കാനുള്ള വെള്ളമാണ് ഒതുവിനൊക്കെ ചെലവാക്കുക. പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നിസ്കരിക്കാൻ വലിയ ചെലവില്ല. അത് വല്ല കമ്മിറ്റിക്കാർക്ക് പള്ളിക്കൊക്കെ ചെലവുണ്ടാവുള്ളൂ. കമ്മിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, എന്നാലും അനാവശ്യം പാടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. സക്കാത്ത് അങ്ങനെയല്ല. സക്കാത്ത് പറഞ്ഞാൽ മനുഷ്യൻ അധ്വാനിച്ച പൈസ കൊടുക്കാട് അത് തോന്നന്നെ വേണം. അതിന് വല്ലാത്തൊരു മനസ്സ് അല്ലാഹ് തരണം. രഹസ്യമാണെങ്കിലും ശരി, പരസ്യമാണെങ്കിലും ശരി, അല്ലാഹ് രണ്ടും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ. രാവും പകലും രഹസ്യവും പരസ്യവുമായിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുക. വജാഹിദൂ ഫീ സബീലില്ലാഹ് ബിഅംവാലിക്കും വഅൻഫുസിക്കും. ചില ആളുകൾ അങ്ങനെയാണ്. നിങ്ങളുടെ തടി അവിടെ ഉണ്ടാവണം, നിങ്ങളുടെ ശരീരം ഉണ്ടാവണം, നിങ്ങളുടെ സമ്പത്ത് ഉണ്ടാവണം. ചില ആൾക്കാരോട് പള്ളിയിലൊരു ക്ലാസ് ഉണ്ട്, ക്ലാസ് കേൾക്കാൻ നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ നെയ്ച്ചോറും പിന്നെ എന്താ പറയാ ബീഫോ, നെയ്ച്ചോറും ബീഫൊക്കെ എന്റെ വകയാണ്, എനിക്ക് വരാൻ ഉണ്ടാവില്ല, അവിടെ പീടിയിൽ നീച്ചാ ഒഴിവില്ലല്ലോ. അങ്ങനെയല്ല. സമ്പത്ത് കൊണ്ടും സഹകരിക്കണം ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ ശരീരം കൊണ്ടും സഹകരിക്കണം. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മിസ്കീനിന്റെ പ്രവർത്തനം അതാണ്. മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യം. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ആലോചിച്ച് നോക്കൂ. ഇനി ആലോചിച്ചു. അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കണില്ല? ഉണ്ട്. അല്ലാഹ് പറയാ, ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് നാശം. വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം എന്നർത്ഥമുണ്ട്. നരകത്തിന്റെ ഒരു പേരാണെന്ന് അഭിപ്രായമുണ്ട്. നരകത്തിലെ ഒരു ചെരുവിന്റെ പേരാണെന്ന് അഭിപ്രായമുണ്ട്. അതാണ് വൈൽ. ആർക്കാ വൈല്? ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവൽക്കാണ്. ഖുർആനിൽ പറഞ്ഞത് ഒരു സ്ഥലത്ത് പോലും ഖുർആൻ നിസ്കരിക്കുന്നു പറഞ്ഞല്ല. ഒറ്റ സ്ഥലത്തുമില്ല നിങ്ങൾ നിസ്കരിക്കുക. നിസ്കരിക്കുക അറബി പറ സ്വല്ലാന്ന്. അതിന്റെ കൽപ്പന സ്വല്ലീന്ന്. നിങ്ങൾ നിസ്കരിക്കുക. സ്വല്ലൂന്ന, നിങ്ങൾ നിസ്കരിച്ചോളീന്ന. ഖുർആനിൽ എവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിടത്തൊക്കെ അഖീമുസ്സലാ, അല്ലദീന യുഖീമൂനസ്സലാ, അഖാമസ്സലാ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാരണം വ്യത്യാസമുണ്ട്. യുസല്ലൂന എന്ന് പറഞ്ഞാൽ വൈലുല്ലിൽ മുസല്ലീന, നിസ്കരിക്കുന്നവർക്ക് നാശം എന്നാ പറഞ്ഞേ. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹ് പറയാ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഒരു കാനേഷുമാരി മുസ്ലിം ആണെങ്കിൽ പോലും അവൻ നിസ്കരിക്കാതിരിക്കില്ല. നിസ്കരിക്കാത്ത ആരുണ്ടാവൂല. അങ്ങനെ ഉണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊക്കെ നിസ്കാരമൊക്കെ കൂടിക്ക. ആരാ നിസ്കരിക്കാത്തവരുള്ളത്?
നിസ്കരിക്കും. പണ്ടൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, വെള്ളിയാഴ്ച പോലും പോകാതെ പിടിച്ചിരുന്ന ആൾക്കാർ. ഇപ്പൊ അതൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിസ്കരിക്കണോൽക്കാണ് നാശം. എന്താ സംഭവം? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധരാകുന്നു എന്നുള്ളതാണ്. സഹാബികൾ എന്ന് വെച്ചു, അല്ല നബിയെ, നമ്മളൊക്കെ നിസ്കാരത്തിൽ അശ്രദ്ധല്ലേ? നിസ്കരിക്കാൻ നിന്നാലല്ല എല്ലാ ഓർമ്മ വരെ. പണ്ട് ഉമ്മാ പറഞ്ഞ പോലെ എല്ലാ ഓർമ്മ വരും. കായ് കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും പോകാനുള്ളതും കല്യാണം പറഞ്ഞതും മുഴുവൻ ഓർമ്മ വരെ നിസ്കരിക്കാൻ കൈയ്യട്ടിയാലാണ്. ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട് എന്തൊക്കെ മറന്നു കിടക്കുന്നുണ്ടോ അതൊക്കെ ഓർമ്മ വരും. നബി പറഞ്ഞു സാരല്ല, അവിടെ നിസ്കാരത്തിൽ ഓർമ്മ വരുന്നില്ല പറഞ്ഞു. നിസ്കാരത്തിന്റെ ടൈമാണ് ആ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ടൈം. നമ്മൾ സമയത്തെക്കുറിച്ച് ഖുതുബ നടത്തി. ഇവിടെ സമയത്തിന് വലിയ വിലയുണ്ട്. ലോകത്തെല്ലാം നടക്കുന്നത് സമയബന്ധിത. ഈ വാച്ച് കെട്ടിയ മനുഷ്യന്മാരൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും സമയം പാലിക്കുന്നുണ്ട്. അല്ലേ? ജീവജാലങ്ങൾക്ക് ഇണചേരാൻ വരെ പ്രത്യേക ടൈമുണ്ട്, കാലഘട്ടമുണ്ട്. മരങ്ങൾ പൂക്കാൻ, ചെടികൾ ഇലപൊഴിക്കാൻ, ചെടികൾ കായ ഉണ്ടാവാൻ, പിന്നെ കാലാവസ്ഥകൾ മാറാൻ, സൂര്യൻ ഉദിക്കാൻ, അസ്തമിക്കാൻ, എല്ലാം സമയബന്ധിതമാണ്. ഈ വാച്ചും മൊബൈലും സമയമുണ്ടായിട്ടും സമയം പാലിക്കാത്ത ഒരൊറ്റ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ആലോചിക്കണം, പരലോകത്ത് നമ്മുടെ വാച്ചും മൊബൈലും നമുക്കെതിരെ സാക്ഷി നിൽക്കും. ഒരു കല്യാണം പറഞ്ഞാൽ കൃത്യസമയത്ത് വരൂല, ജുമാക്ക് കൃത്യസമയത്ത് വരൂല, പള്ളിക്ക് കൃത്യസമയ ജമാഅത്തിന് വരൂല, ഒരു മീറ്റിംഗിന് വരൂല. ചില നേതാക്കന്മാരൊക്കെ വിചാരിച്ചിട്ടുള്ളത് നേരം വെക്കും തോറും അവന്റെ നേതൃത്വം കൂടുന്നാണ്. വലിയ ആൾക്കാരെ കുറെ കാത്തുക്കേണ്ടി വരും. ഈ പാവപ്പെട്ടവന്റെ സമയത്തിനൊരു വിലയില്ല. ആലോചിച്ചോക്കണം, സമയബന്ധിതം. അതിനാണ് അള്ളാഹ് നിസ്കാരം വെച്ചത്. അത് ടൈം ടേബിൾഡാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണ്. മാഷന്മാർക്കറിയാം, ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളെ പഠിപ്പിച്ച കാലത്ത് ഫസ്റ്റ് പീരീഡ് പിന്നെ അറബിയോ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കും. സെക്കൻഡ് പീരീഡ് നല്ല പീരീഡാ, അപ്പോഴാ മാത്സ് പഠിപ്പിക്കുക. മൂന്നാമത്തെ പീരീഡ് പിന്നെ മൂത്രമൊക്കെ കഴിച്ച് വന്നു ഫ്രഷ് ആയ മിഠായിയൊക്കെ വാങ്ങി തന്നു വന്ന ടൈമാ. ആ സമയത്ത് വല്ല ബയോളജിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെ പഠിപ്പിക്കും. നാലാമത്തെ പീരീഡ് പിന്നെ കഞ്ഞിയും ചെറുപയറും മാവൊക്കെ ആയോ നോക്കുന്ന സമയ. അപ്പൊ വല്ല കളിയോ ഡ്രോയിങ് ഒക്കെ കൊടുക്കും. അങ്ങനെയാണ്, ഓരോന്നും ടൈമുണ്ട്. ആ കഞ്ഞിയും പയറും ചെറുപയറും വിളമ്പണ സമയത്ത് കുട്ടികൾക്ക് കണക്ക് പഠിപ്പിച്ചാൽ എത്ര കാലം പഠിപ്പിച്ചാലും രണ്ടും 4 എനിക്കറിയില്ല. കാരണം ടൈമിന് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് സുബഹിക്ക് 2 റക്അത്ത് നീച്ച് കിട്ടിയ ഒരു 15 റക്അത്തൊക്കെ നിസ്കരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാ നേരത്ത്. പക്ഷെ വേണ്ട, സുബഹിന് 2 റക്അത്ത് സുന്നത്ത് വരെ റക്അത്തൈനി ഖഫീഫത്തൈനി വളരെ പതുക്കെ വേഗത്തിൽ നിസ്കരിച്ചിരുന്നു എന്നാണ്. പിന്നെ 2 റക്അത്തേ ഉള്ളൂ, അതിന്റെ ശേഷമല്ല. ആലോചിച്ച് നോക്കണം. അത്രേ ഉള്ളൂ, അത്ര മതി. ളുഹറിന് 4, അസറിന് 4 കൃത്യ ടൈമാണ്. അപ്പൊ അതിന്റെ എഫക്ട് ഉണ്ടാവുന്ന ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കരിക്കുന്നവരിൽ നിന്ന് മോശമായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എവിടെ ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങള് പേഴ്സ് നോക്കണം, മൊബൈൽ നോക്കണം. പള്ളി കമ്മിറ്റി ഉത്തരവാദിയാവില്ല. ആര് പള്ളിക്കൽക്ക് വരുന്നിടത്ത് മിഹ്റാബിന്റെ ഉള്ളിലപ്പോ എഴുതിക്കണതേ, അല്ലെങ്കിൽ ഹൗലും കരക്കാണ് എഴുതി വെക്കുന്നത്. എന്ത്? ആരാ ഹൗലും കരക്കൊക്കെ വരിക? ഒന്നെടുക്കണോ, നിസ്കരിക്കണോ? പാലക്കാട് ഒരു സംഭവം ഉണ്ടായി. പള്ളിക്കലത്തെ വലിയ വാച്ച് കളവ് പോയി, കുറച്ച് വിലപ്പിടിച്ച വാച്ചാ. മീറ്റിംഗ് വിളിച്ചു കൂടിയപ്പോ ഒരാള് പറഞ്ഞ്, നമ്മളൊക്കെ പോയിട്ട് അവസാനം ഒരാൾ നിസ്കരിക്കാൻ വന്നില്ലേ, അയാള് വാച്ചെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ഒരു വല്യപ്പ അവിടുന്ന് പറഞ്ഞു, അത് നിസ്കരിക്കാൻ വന്നോ വാച്ചെടുത്തതാവില്ല, വാച്ചെടുക്കാൻ വന്നോ നിസ്കരിച്ചതേക്കാരാണ്. മനസ്സിലായില്ലേ? രണ്ടും വ്യത്യാസമുണ്ട്. ഇത് തമാശയല്ല, ഇത് ഗൗരവമുള്ള കാര്യമാണ്. വാച്ച് കക്കാൻ വന്നോ നിസ്കരിക്കണതും നിസ്കരിക്കാൻ വന്നോ വാച്ചെടുക്കണതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിസ്കരിക്കാൻ വന്നോ വാച്ചെടുക്കൂല, നിസ്കരിക്കാൻ വന്നോ കൊണ്ടെടുക്കൂല, നിസ്കരിക്കാൻ വന്നോ കാണാതെടുക്കൂല, മൊബൈൽ ഫോൺ എടുക്കൂല, എന്തവന്റെ മുന്നിൽ കണ്ടാലും. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം എന്ന് പറയുന്നത് തിന്മയെ തടയും, മോശമായതിനെ തടയും.
നിസ്കരിക്കുന്നവന് നിസ്കാരം പുറം ലോകത്തു കൂടി അതിന്റെ എഫക്ട് ഉണ്ടാവും എന്നാണ്. ഇത് ജാഹിലിയ്യത്തിനറിയാം. ശുഐബ് റളിയല്ലാഹു അൻഹു പ്രബോധനം നടത്താൻ വന്നപ്പോ, ശുഐബ് അലൈഹിസ്സലാം പ്രബോധനം നടത്താൻ വന്നപ്പോ ശുഐബ് നബി പറഞ്ഞപ്പോ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖാലു, അവർ ചോദിച്ചു, യാ ശുഐബ് അസ്സലാത്തുക തുമുറുക അൻ നതുർക മാ കാന യഅബുദു ആബാഉനാ ഔ അൻ നഫഅല ഫീ അംവാലിനാ മാ നശാ. അല്ല ശുഐബേ, നീ ഇപ്പൊ ഒരു നിസ്കാരം തുടങ്ങിയിട്ടുണ്ടല്ലോ, ഈ നിസ്കാരമാണോ നിന്നോട് ഞങ്ങൾ റബ്ബിനെ അല്ലാഹുവല്ലാതെ ആരാധിക്കുന്നവർ ആരാധിക്കണ്ട എന്ന്, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ധനം ചെലവഴിക്കരുത്, അള്ളാന്റെ ഇഷ്ടപ്രകാരം ധനം ചെലവഴിക്കാവൂ എന്ന് പറയുന്നതൊക്കെ നിന്റെ ഈ നിസ്കാരമാണോ എന്ന് ശുഐബ് അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. ശുഐബ് അലൈഹിസ്സലാമിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഓൽക്കറിയാം നിസ്കരിച്ചാൽ അതിന്റെ പ്രശ്നങ്ങൾ പുറത്തുണ്ടാവും. നിസ്കരിക്കണമെന്ന് ആർക്കും വിശ്വസിക്കാം, ഒരു പ്രശ്നമില്ല, എന്ത് മറന്നുപോയാലും പേടില്ല. അപ്പൊ പള്ളിക്കൈ ബോർഡൊന്നും എഴുതേണ്ട ആവശ്യമില്ല. വിശ്വാസികൾ വരുന്നിടത്ത് ഇങ്ങനെ ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. കുട നോക്കണം, വാച്ച് നോക്കണം, പള്ളി കമ്മിറ്റി ഉത്തരവാദിയല്ല, പള്ളി കമ്മിറ്റി എന്ന ഉത്തരവാദിയാ. ഞാൻ പറഞ്ഞിരുന്നത് നിസ്കാരത്തിൽ ടൈം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ടൈം ശ്രദ്ധിച്ച് നിസ്കരിക്കണം. സമയമായോ നിസ്കരിക്കുക. 3 കാര്യം വൈകിക്കാൻ പാടില്ല. സമയമായ പെണ്ണെട്ടിക്കേണ്ട ആൾക്കാരെ പെണ്ണെട്ടിക്കണം, കല്യാണം കഴിക്കേണ്ട കുട്ടികളെ കല്യാണം കഴിക്കണം. പിന്നെ PG കഴിച്ചട്ടെ MG കഴിച്ചിട്ടാണ് പിന്നെ കാത്തിരുന്നാല് അവസാനം കല്യാണം നടത്തോലെ കിട്ടൂല. കല്യാണക്കോലെ റെഡിയാക്കി വരും. അപ്പോ പിന്നെ അവിടെ ഇരുന്നാൽ മതി, ഒരു കാരണമല്ല അയച്ചു, ബാക്കി പണിയൊക്കെ കോല് കഴിച്ചോളൂ. ഇതാണ് ഇപ്പോഴത്തെ കഥ. സമയായ കല്യാണം, ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്ന് നോക്കൂ നിങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും. ഏത് പ്രശ്നമാണെങ്കിലും നമ്മളൊക്കെ കല്യാണം എന്ന സാധനമാണ് ഏറ്റവും അധികം നിസ്കാരം മുടക്കി. അന്ന് പുതിയ ഏതായാലും നിസ്കരിക്കൂല, നിസ്കരിക്കാൻ സമ്മതിക്കൂല, ഒക്കെ പാടെ മൂത്ത് തേച്ചോടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അന്ന് നല്ലൊരു ദിവസം, ഒരു സമൂഹത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ബർക്കത്തില്ലാതാകുക. നമ്മളൊക്കെ കൂട്ടി അതിലെല്ലാവരും കണക്ക് തന്നെ, അതിൽ മൊയ്ലിയന്മാരും തങ്ങന്മാരും ഒക്കെ ഇപ്പൊ കണക്കായി മാറിയിട്ടുണ്ട്. കാര്യപ്പെട്ടവരൊക്കെ ഇപ്പൊ അതിൽ അങ്ങനെയാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ. അപ്പൊ നിസ്കാരം മുടക്കരുത്. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുക, ജമാഅത്തുണ്ടെങ്കിൽ ജമാഅത്തിന് കാത്തിക്കാം. ഒരല്പം പോലും എന്തെന്നെ ലോകത്ത് നടന്നാലും ആ സമയത്തിന് കൃത്യമായിട്ട് നിസ്കാരം തുടങ്ങി നോക്കൂ. ഒരുപാട് ബർക്കത്ത് ജീവിതത്തിലുണ്ടാവും, അനുഭവത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹ് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സലാത്തിഹിം എന്ന് പറഞ്ഞതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ ഫീ സലാത്തിഹിം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആർക്കും നിസ്കരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അൻ സലാത്തിഹിം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ സമയമായിരുന്നല്ലോ. ഇനി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ചില ആൾക്കാർ അല്ലദീന ഹും യുറാഊന, കാണാൻ വേണ്ടി നിസ്കരിക്കും, മറ്റുള്ളവരെ കാണാൻ വേണ്ടി നിസ്കരിക്കും. മറ്റുള്ളവരുണ്ടെങ്കിൽ കുറച്ച് ഓത്ത് നിസ്കാരമൊക്കെ കൂടുതൽ, മറ്റുള്ളവരുടെ കൂടെ പോകുമ്പോൾ കുറച്ച് ആവേശം. അതാണ് സംഭവം. യുറാഊൻ റിയ ആണ്, ലോകമാന്യമാണ്. അശ്ശിർക്കുൽ അസ്ഗർ, അത് ചെറിയ ശിർക്കാണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് അത് മുനാഫിഖുകളുടെ നിസ്കാരം. മുനാഫിഖീങ്ങൾ അങ്ങനെയാണ്. വൈദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല, നിസ്കരിക്കാൻ നിന്ന മടിയന്മാരായി നിസ്കരിക്കും. നല്ല ആവേശത്തോടെ പിന്നെ ചുറുചുറുക്കോട് കൂടി നിസ്കരിക്കാൻ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഞാൻ പറയാറുണ്ട്, നമ്മളിപ്പോ ഇതാ MEX7 വലിയ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ഒക്കെ കാലഘട്ടത്തില് നിസ്കാരം തന്നെയായിരുന്നു. സുബ്ഹി 2 റക്അത്ത്, പിന്നെ കഴിഞ്ഞാല് അതിന്റെ ശേഷം ളുഹാ നിസ്കാരം 8 റക്അത്ത് വരെ നിസ്കരിക്കുക. അത് കഴിഞ്ഞാൽ ളുഹറിന് മുമ്പ് 4, ശേഷം 4. അവരൊക്കെ ധാരാളമായി നിസ്കരിച്ചു. അതുകൊണ്ട് തന്നെ ഒറ്റ ജീവിതശൈലി രോഗമോ ഹാർട്ട് അറ്റാക്കോ ഒന്നും സഹാബത്തിന്റെ കാലഘട്ടത്തിലൊന്നുമില്ല. ഇപ്പൊ നമുക്ക് പലതും വേണ്ടി വരിക. എന്താ, ശരീരം വേറെ അണങ്ങണില്ല. അപ്പൊ ചാടിക്കളിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് ചാടിക്കളിച്ചിട്ട് എങ്ങനെയും ശരീരം അളകട്ടെ വിചാരിച്ചിട്ട് നേരെ ചൊവ്വ നിസ്കാരം തുടങ്ങി നോക്കി നിങ്ങൾ. ശരീരത്തിന് ആശ്വാസമാണ്, മനസ്സിന് ആശ്വാസമാണ്, പടച്ചവന്റെ അടുത്ത് കൂലി കിട്ടും. അപ്പൊ അതുകൊണ്ട് അല്ലദീന ഹും യുറാഊൻ, കാണാൻ വേണ്ടിയിട്ടില്ല, ഇതൊന്നും ആരും കാണിക്കാനല്ല. രാത്രി നിസ്കാരം സ്വന്തമായി നിസ്കരിക്കുക, ദുഹാ നിസ്കാരം സ്വന്തമായി നിസ്കരിക്കുക, ജമാഅത്ത് പള്ളിയിലെ ഫർദ് നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക, അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക. എത്ര സമയമുണ്ട്. ആരോ പറഞ്ഞില്ലേ, അമേരിക്കക്കാർ നിസ്കാരം അങ്ങനെ കണ്ടപ്പോ അങ്ങനെ പറഞ്ഞു, ശരീരത്തിന്റെ എല്ലാ ഭാഗവും അളകണം, വല്ലാത്തൊരു എക്സസൈസ് ആണല്ലോ ഇത്. 2 സാധനം മാത്രം അളകണില്ല എന്ന് മാത്രം മൂപ്പര്. അപ്പൊ സലാം വീട്ടി തരാ, അപ്പൊ അതും അളകിയെന്ന് പറഞ്ഞത്. ഇതാണ് എന്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ നിസ്കാരം എക്സസൈസ് ആണെന്നല്ല, പക്ഷെ ആ നിസ്കാരം അത് അവനവൻ എഫക്ട് ചെയ്യണമെങ്കിൽ കൃത്യമായ ടൈമിൽ നിർവഹിക്കണം എന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹി ഇബാദല്ലാഹ്. ബഹുമാനരെ, അപ്പൊ അതുകൊണ്ട് നിസ്കാരം എന്ന് പറയുന്നത് സ്വന്തം നമുക്കതുകൊണ്ട് എഫക്ട് ഉണ്ടാകും. അതേപോലെ തന്നെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സാധുക്കളെ സഹായിക്കുന്നത് കൊണ്ടും മറ്റു ഇബാദത്തുകൾ കൊണ്ടൊക്കെ സമൂഹത്തിന് കിട്ടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്.
അതാണ് അള്ളാഹ് അതിലേക്ക് സൂചിപ്പിക്കുന്നത്. വയംനഊന അൽ മാഊൻ, അവർ മാഊനിനെ തടയുമെന്ന്. മാഊൻ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ മവാഈനുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. നമ്മുടെ അറബാന മുതൽ തുടങ്ങിയിട്ട് താഴത്തേക്ക് പോരാ. അറബാന, പിന്നെ ലാഡർ, കൈക്കോട്ട്, മടാള്, കോടാലി, പിന്നെ ചട്ടി, പാത്രം, ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ പണ്ട് കാലത്ത് വ്യാപകമായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തീയൊക്കെ കടം വാങ്ങാൻ പോയിരുന്നു. തീയൊക്കെ തഫ്സീറിൽ എണ്ണീയിട്ടുണ്ട്. തീ ഒരു ചൗരിപ്പുഴുവിന്റെ ലേസം തീയേറാൻ പറഞ്ഞു വല്യമ്മാണ്ട് തീ കടം വാങ്ങാൻ പോകും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല. തീയൊക്കെ കടം വാങ്ങാൻ പോകുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തീ, ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മുടങ്ങുക. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ചാർജർ കയ്യിൽപ്പെടും. ഒരാള് മൊബൈൽ ആ ചാർജറും തരും, ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഉപകാരങ്ങൾ തടയാൻ പാടില്ല. ഏറ്റവും വലിയ തമാശ എന്നുള്ള ഒരാൾ പറഞ്ഞത്, വല്യമ്മ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് നിസ്കരിക്കാൻ നിൽക്കും. അസർ നിസ്കരിക്കാൻ. അസർ നിസ്കാരത്തിൽ ഓതിയ സൂറത്ത് ആ സൂറത്ത് ഓതിയ വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞ കഴിഞ്ഞ് സലാം കൂട്ടിയപ്പോഴാണ് തൊട്ടടുത്ത് നിങ്ങൾ ആ ലേഡറും തരുമെന്ന് വെച്ചിട്ട് ആള് വരുന്നത്. അപ്പൊ ഉമ്മാ നിസ്കാര കുപ്പായത്തോർക്ക് തന്നെ പറയണത് തരൂല എന്നാണ്. ഇപ്പൊ കേടന്നിട്ട് നേരാക്കി കൊണ്ടു വെച്ചിട്ടുള്ളൂന്നോ, അല്ലെങ്കിൽ ചെറിയ കേടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വല്യമ്മാള നിസ്കാരം ഈ ഇതും തമ്മിൽ എന്ത് ബന്ധാണ് ആലോചിച്ചോക്കി. യഥാർത്ഥം നമ്മളൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ? വല്യമാനെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഓതി നിസ്കരിച്ച് കഴിയുമ്പോ തന്നെ മറ്റോ എന്ത് ചോദിച്ചാൽ അതിന് തടയാം. വാഹനത്തിൽ ഒരു ലിഫ്റ്റ് കൊടുക്കുക, അപകടം ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു വശം. പക്ഷെ അല്ലാതെ പിന്നെ പറയാം. അതുകൊണ്ട് ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ ആർക്കും തടയാതെ നമ്മളെക്കൊണ്ട് എന്തെങ്കിലും, അല്ലാഹു റസൂൽ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് ചെയ്യാം, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഒരു ഏറ്റാൻ നിൽക്കുന്ന ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വാഹനം അങ്ങോട്ട് കയറാൻ സഹായിച്ചു കൊടുക്കുക, എന്തെങ്കിലും ഒരു സഹായം. ഒന്നും ചെയ്യാൻ കഴിയുമെങ്കിൽ നിന്റെ ഷെറെങ്കിലും മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കണം. അതും വലിയ ഉപകാരമാണ്. ഖൈർ ഏതായാലും വേണ്ട, ഷെറെങ്കിലും തടയാം. അതൊരു വലിയ ഉപകാരമാണ്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഷെറില്ലാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വയംനഊനൽ മാഊൻ എന്താണെന്നൊക്കെ മനസ്സിലാകണത്. അപ്പൊ കേവലം ഇസ്ലാമിലെ ആരാധനകൾ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ കേവലം ആരാധനകളല്ല, മറിച്ച് അതിന്റെ ചൈതന്യം പുറം ലോകത്തേക്ക് സാമൂഹ്യമായിട്ട് കൂടി പ്രചരിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഇസ്സത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.